പാഠം 763 തോൽക്കാതിരിക്കാനുള്ള വഴികൾ. ഓ, മണി 8:40. അതിനെന്താ? എനിക്ക് ഇന്ന് 8:45 പുറപ്പെടണമെന്ന് ഞാൻ ഇന്നലെ വൈകുന്നേരമേ നിന്നോട് പറഞ്ഞതാ. മോഹനേട്ടൻ 8:45 തന്നെ പൊയ്ക്കോ. ഉച്ച ഊണ് നീ ഇതുവരെ എടുത്തു വെച്ചില്ലല്ലോ. ഊണിതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോഹനേട്ടന്റെ ചോറ്റുപാത്രതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചോറും കറിയെടുത്ത് ഈ പാത്രത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ ജോലി എല്ലാം തീരുവേ. അതിനെനിക്ക് 2 മിനിറ്റ് മതിയല്ലോ. എങ്കിൽ പിന്നെ അതങ്ങ് ചെയ്തുകൂടെ? ചെയ്യാന്ന്. മോഹനേട്ടൻ അപ്പുറത്ത് പോയി കൊടയും ബാഗും ഒക്കെ എടുക്കുമ്പോഴേക്കും ഞാൻ ചോറ്റുപാത്രം റെഡിയാക്കി അങ്ങോട്ട് കൊടുത്തിരിക്കും. പോരെ? കളക്ട്രേറ്റിൽ ഇന്ന് ബാഹുലയൻ സാർ വരുന്നു എന്ന് പറഞ്ഞത് മുതൽ നിനക്ക് ഭയങ്കര അസൂയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എന്നെ എങ്ങനെയെങ്കിലും താമസിപ്പിക്കാൻ നീ ശ്രമിക്കും എന്നും എനിക്കറിയാം. അതെന്തായാലും കൊള്ളാം. മോഹനേട്ടന്റെ മേലുദ്യോഗസ്ഥൻ മോഹനേട്ടന്റെ ഓഫീസിൽ വരുന്നതിന് ഞാൻ എന്തിനാണ് മോഹനേട്ടൻ അസൂയപ്പെടുന്നത്? വരുന്നത് മമ്മൂട്ടി മോഹൻലാലും ഒന്നുമല്ലല്ലോ, ആണോ? ബാഹുലയൻ സാർ അവരെക്കാൾ വലിയ ആളാ. ഓയ്യോ, കളക്ടറേറ്റിൽ ഇത്രയും സ്വാധീനമുള്ള വേറൊരു ഉദ്യോഗസ്ഥനില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും കളക്ടർ ഉപദേശം ചോദിക്കുന്നത് ആരോടാ? ബാഹുലയൻ സാറിനോട്. അങ്ങനെയുള്ള ബാഹുലയൻ സാർ എന്നെ കാണാനായി വില്ലേജ് ഓഫീസിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമാണോ? ഒരിക്കലും. ഭാവിയിൽ എന്റെ പ്രൊമോഷന്റെയോ സ്ഥലമാറ്റത്തിന്റെയോ കാര്യം വരുമ്പോ ബാഹുലയൻ സാറിന്റെ അഭിപ്രായത്തിന് ഒരു വിലയുണ്ടാകും. ഇന്നൊറ്റ ദിവസം കൊണ്ട് ഞാനും ബാഹുലയൻ സാറും അടുത്ത സുഹൃത്തുക്കളാവും. അപ്പൊ പിന്നെ ഇനി അങ്ങോട്ട് എനിക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെ ഒരു വലിയ ആളാകുന്നു എന്ന് അറിഞ്ഞത് മുതൽ നിനക്ക് തുടങ്ങി അസൂയായി ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എത്ര അസൂയപ്പെട്ടിട്ടും കാര്യമില്ല. ഇന്ന് ബാഹുലയൻ സാർ വില്ലേജ് ഓഫീസിൽ വന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മോഹനേഷ് സാറിന് കളക്ടറേറ്റിലും വലിയ സ്വാധീനമായി കഴിയും. ആയിക്കോട്ടെ. ഇപ്പോ എന്നെ ശല്യപ്പെടുത്താതെ അപ്പുറത്തെങ്ങാനും പോയിരുന്നിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റുള്ളിൽ ഞാൻ ചോറ്റുപത്രം തയ്യാറാക്കി തരും. അതല്ല എന്റെ പുറകെ നടന്ന് വലിയ വർത്താനം പറഞ്ഞ് എന്നെ മെനക്കെടുത്താനാണ് പരിപാടിയെങ്കിൽ 8:45 9:45 ആയാലും ചോറ്റുപാത്രം കിട്ടാനേ പോകുന്നില്ല. അപ്പൊ പിന്നെ പോകാൻ വയ്ക്കും. പിന്നെ എന്നെ കുറ്റപ്പെടുത്തൊരു കാര്യം ഉണ്ടാവില്ലേ? വീണ്ടും അസൂയ. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. പോയി അതെടുത്ത് ആരാണെന്ന് നോക്ക്. ഇന്ന് വില്ലേജ് ഓഫീസിലേക്ക് വരുന്നില്ല എന്ന് പറയാൻ ബാഹുലയൻ സാർ വിളിക്കാണോ നമുക്കറിയില്ലല്ലോ. ബാഹുലയൻ സാർ വരും വന്നിരിക്കും. ബാഹുലയൻ സാർ എന്തെങ്കിലും കാരണവശാൽ വന്നില്ല എങ്കിൽ നിന്റെ ഈ കരുനാക്കോട്ട് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. ആഹാ, ഹലോ സാറേ, ഞാനാ ശിശുപാലൻ. എന്താ ശിശുപാലൻ രാവിലെ? അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് സാർ. എന്ത് പ്രശ്നം? ഇന്ന് ബാഹുലയൻ സാറ് വരുന്നില്ല എന്ന് പറയാനായിരിക്കും ശിശുപാലൻ ഇപ്പൊ വിളിച്ചത്. ഇത് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. ചില ആളുകളുടെ കരുനാക്കിന്റെ ശക്തി അതാണ്. അല്ല സാർ, ബാഹുലയൻ സാർ വരുന്നുണ്ട്. എന്താ പ്രശ്നം? അല്ല, വില്ലേജ് ഓഫീസിന്റെ കോമ്പൗണ്ട് വൃത്തിയാക്കണമെന്ന് സാർ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ? ഞാൻ ആ കുമാരനോട് വരാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ അവൻ വിളിച്ചിട്ട് പറയുക അവന് തലവേദനയാണ്, ഇന്ന് വരാൻ പറ്റില്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ബാഹുലയൻ സാർ വരുമ്പോൾ ആഫീസും പരിസരവും കാട് പിടിച്ച് കിടന്നാൽ എന്നെ പറ്റി സാർ എന്ത് കരുതും? കുമാരൻ വന്നില്ലേ? വേണ്ട, കുമാരന് വരാൻ വേറെ ആളെ കണ്ടുപിടിക്കണം. 11 മണിക്ക് ബാഹുലയൻ സാർ വരുന്നതിന് മുമ്പ് പരിസരം എല്ലാം ഭംഗിയായിരിക്കണം. ഞാൻ ഒരുപാട് പേര് അന്വേഷിച്ചു സാർ. എല്ലാവർക്കും ഓരോ പണിയുണ്ട്. എന്റെ പരിചയത്തിൽ ഒരൊറ്റ ആള് പോലും ബാക്കിയില്ല. അങ്ങനെയാണെങ്കിൽ ശിശുപാലനെ വൃത്തിയാക്കിയാൽ മതി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വില്ലേജ് ഓഫീസും പരിസരവും അലങ്കോലമാക്കിയിട്ട് ബാഹുലയൻ സാർ വരുമ്പോ സാറിന്റെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്താനാണ് പരിപാടിയെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ശിശുപാലൻ വിവരം അറിയും. എല്ലാവരും തോപ്പിക്ക് നോക്കുക. വില്ലേജ് ഓഫീസിന്റെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാൻ ഒരാളെ കണ്ടുപിടിക്കാൻ ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ ശിശുപാലൻ ഏറ്റു. ഇപ്പൊ പറയുക ശിശുപാലൻ ഏർപ്പാടാക്കിയ കുമാരന് തലമണ്ട വേദനയാണെന്ന്.
മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറൊരാളെ വിളിച്ച പ്രശ്നം അങ്ങ് തീർന്നില്ലേ? ശിശുപാലൻ അന്വേഷിച്ചിട്ട് വേറെ ആരും കിട്ടിയില്ല. എങ്ങനെയും കാര്യം നടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ മാത്രമേ കാര്യം നടക്കൂ. ഇതാണെന്നല്ല കാര്യം. ബാഹുലൻ സാർ വരുമ്പോൾ വില്ലേജ് ഓഫീസും പരിസരവും വൃത്തികേടായി കിടന്നാൽ സാറിന് എന്നെ പറ്റി നല്ല അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞാൻ ബാഹുലൻ സാറിന്റെ മുന്നിൽ മോശക്കാരനാകാൻ വേണ്ടി ശിശുപാലൻ മനഃപൂർവ്വം ചെയ്തത്. മോഹനേട്ടൻ എന്തൊക്കെയാ മോഹനടെ പറഞ്ഞോണ്ടിരിക്കുന്നത്? ആരില്ല അങ്ങനെയൊക്കെ ചെയ്യുവോ? ചെയ്തല്ലോ. പക്ഷേ അങ്ങനെയൊന്നും ഈ കെ മോഹനേട്ടൻ സാറിനെ തോൽപ്പിക്കുന്ന എന്താ? ഉത്തമനാണ്. ഉത്തമൻ കൃത്യസമയത്ത് വന്നു. വില്ലേജ് ഓഫീസിന്റെ പരിസരം വൃത്തിയാക്കാൻ ഒരാളെ ഉത്തമനെ കണ്ടുപിടിച്ചോളും. ഞാൻ വരുന്നു. പോയോ? നമസ്കാരമുണ്ട് സാർ. സാറിനെ കൊണ്ട് ഒരു സഹായം ചോദിക്കാൻ വന്നതാണ്. അതിനു മുമ്പ് ഞാൻ ഉത്തമനോട് ഒരു സഹായം ചോദിക്കുകയാണ്. അതും വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം. അത് കഴിഞ്ഞ് ഞാൻ ഉത്തമനെ സഹായിക്കാം. നമസ്കാരം. എന്താണ് സാറേ? വില്ലേജ് ഓഫീസിന്റെ പരിസരം മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കണം. ഇന്ന് കളക്ടറിൽ നിന്ന് ബാഹുലയൻ സാർ വില്ലേജ് ഓഫീസിലേക്ക് വരും. സാറ് വരുന്നത് 11 മണിക്കാണ്. അതിനു മുൻപേ ജോലിയെല്ലാം തീർക്കണം. ഒരുപാട് ജോലിയുണ്ടോ സാറേ? ഏറി വന്നാൽ ഒരു 2 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന ജോലിയേ ഉള്ളൂ. ശിശുപാലൻ ആ കുമാരനെ ഏൽപ്പിച്ചതാ. കുമാരന് ഇന്ന് രാവിലെ തലമണ്ട വേനയെന്ന്. ഓ, 2 മണിക്കൂർ നേരത്തെ ജോലി ഉള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ ആരെ വിളിക്കാനാണ്? അത് പോട്ട് എത്ര രൂപ കൂലി കൊടുക്കും സാറേ? 300 രൂപ. ഓ, 300 രൂപയെ? 2 മണിക്കൂർ ജോലിക്ക് വേണ്ടി എത്ര രൂപ കൊടുക്കണം? ഈ 300 രൂപ തന്നെ ഒരുപാട് കൂടുതല. ഈ പൈസ വില്ലേജ് ഓഫീസറുടെ പോക്കറ്റിൽ നിന്ന് പോകുന്നതാണെന്ന് കൂടി മനസ്സിലാക്കണം. അത് തിരിച്ചിട്ടില്ല. ശിശുപാലൻ കുമാരനോട് ഇന്നലെ 300 രൂപയ്ക്ക് സമ്മതിപ്പിച്ചാണ്. പക്ഷേ സാറേ, ഈ സാറ് പറഞ്ഞ 300 രൂപ തീരെ കുറവല്ലേ? 300 രൂപയിൽ ഒരു പൈസ ഞാൻ കൂടുതൽ തരില്ല. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഞാൻ ഉണ്ടാക്കുന്ന പൈസയിൽ നിന്നാണ് 300 രൂപ തരുന്നതെന്ന് കൂടി ഓർക്കണം. ഒരത്യാവശ്യ കാര്യത്തിനല്ലേ മോനട്ടാ, അതിനിങ്ങനെ പിശുക്കാൻ നിൽക്കാതെ ഒരു 100 രൂപ കൂടുതൽ കൊടുത്താൽ എന്തുണ്ടാവാനാ? 100 രൂപ പോയിട്ട് 100 പൈസ പോലും ഞാൻ കൊടുക്കില്ല. 300 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആളെ കിട്ടുമെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. എന്തൊക്കെ അത്യാവശ്യം വന്നാലും പിശുക്കിന് മാത്രം ഒരു കുറവുണ്ടാവില്ല. സാറേ, ഒരു കാര്യം ചെയ്യാം. എന്താ? നമ്മുടെ സുന്ദരേശ് ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. അവനെ വിളിക്കാം. 300 രൂപയ്ക്ക് അവൻ സമ്മതിക്കും. പക്ഷെ പൈസ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം. അഡ്വാൻസോ? ഈ സുന്ദരേശന്റെ രീതി അതാണ് സാറേ. സാറാ 300 രൂപ ഇതാ. ഞാൻ പോകുന്ന വഴിക്ക് സുന്ദരേശന്റെ സ്കൂട്ടർ കയറ്റി വില്ലേജ് ഓഫീസിൽ കൊണ്ട് വിട്ടോളാം. 11 മണിക്ക് ബാഹുലയ സാർ വരുമ്പോ വില്ലേജ് ഓഫീസും പരിസരവും ഭംഗിയായിട്ട് കിടക്കും. ഉത്തമൻ ഒരു കാര്യം ഏറ്റ് കഴിഞ്ഞാൽ അത് മാറുമോ സാറേ? പിന്നെ സാറേ, ഞാൻ വന്ന പുഷ്കരന്റെ ജാതി സർട്ടിഫിക്കറ്റിന്റെ കാര്യം കൂടെ പറയാനാണ്. അത് ഇന്ന് തന്നെ കിട്ടിയിരുന്നെങ്കിൽ. ആദ്യം സുന്ദരേശൻ വന്ന് ആഫീസും പരിസരവും ഒക്കെ വൃത്തിയാക്കട്ടെ. പുഷ്കരന്റെ കാര്യം അത് കഴിഞ്ഞിട്ട്. രണ്ട് 300 രൂപ. ഇതല്ലാതെ 1 രൂപ ഞാൻ കൂടുതൽ കൊടുക്കില്ല. എന്തിന്? 300 രൂപ എന്ന് പറഞ്ഞാൽ 300 രൂപ തന്നെ. അക്കാര്യത്തിലൊക്കെ സുന്ദരേശൻ ഡീസന്റാ. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ? ഒരു നിമിഷം. 300 രൂപ ഉണ്ട്. അപ്പൊ ഉച്ച കഴിയുമ്പോ ഞാൻ പുഷ്കരനെ കൂട്ടി വില്ലേജ് ഓഫീസിലോട്ട് വരാം. 300 രൂപ ഉള്ളൂ. 1 2 3 ദാ 300 ഒട്ടിയിരിപ്പില്ലല്ലോ. 1 2 3. അമ്പോ, ചിലപ്പോ ചേർന്നിരിക്കും പൈസ, അറിയൂല. ചോറ്റുപത്രം ഞാൻ ബാഗ് വെച്ചിട്ടുണ്ടേ. ഇനി ഞാനായിട്ട് താമസിപ്പിച്ചു എന്ന് പറയണ്ട. ആ വില്ലേജ് ഓഫീസിലെ കാര്യം എന്തായി? ഉത്തമൻ ഒരാളെ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞു. പോകുന്ന വഴി സുന്ദരേശനെ സ്കൂട്ടറിന്റെ പിറകിൽ കയറ്റി ഉത്തമൻ തന്നെ വില്ലേജ് ഓഫീസിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. 10:30 ആവുമ്പോഴേക്കും സുന്ദരേശൻ ജോലിയെല്ലാം തീർത്ത് പോയിരിക്കും. കൂലി എത്ര പറഞ്ഞേ? 300 രൂപ. പക്ഷെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കേണ്ടി വന്നു. കൂലി അഡ്വാൻസ് ആയിട്ടോ? അതെന്താ ഏർപ്പാടാ? സുന്ദരേശ അങ്ങനെയാണെന്ന്. എപ്പോഴായാലും കൂലി കൊടുക്കണം. അവന് അഡ്വാൻസ് ആയിട്ട് കൊടുത്താ എന്താ? ബാഹുലൻ സാർ വരുമ്പോ എല്ലാം നല്ല വൃത്തിയായി കിടന്നാ മതിയായിരുന്നു. ഭാമേ, ഇന്ന് വൈകുന്നേരം ഞാൻ വരുമ്പോ ബാഹുലൻ സാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിട്ടായിരിക്കും വരുന്നത്. ഇനി അങ്ങോട്ട് താലൂക്ക് ഓഫീസിൽ മാത്രമല്ല, കളക്ടറേറ്റിലും കെ മോഹനേഷിന് സ്വാധീനമുണ്ടെന്ന് നീ മനസ്സിലാക്കണം.
ഓ കാട് കയറി. ഹലോ, നമസ്കാരം. നമസ്കാരം. മണി 9 ആയില്ലല്ലോ. അതിനു മുമ്പ് വില്ലേജ് ഓഫീസിൽ ആള് വന്ന് തുടങ്ങിയ. ഞാനിവിടെ ജോലി ചെയ്യുന്ന ആളാ. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് സുന്ദരേശൻ. ശരി. ശിശുപാലൻ ചേട്ടാ, കോമ്പൗണ്ട് വൃത്തിയാക്കാൻ വരുന്നത് കുമാരൻ ചേട്ടനെന്നല്ലേ ശിശുപാലൻ ചേട്ടൻ ഇന്നലെ പറഞ്ഞത്? എന്നിട്ട് വന്നത് വേറെ ആരോ ആണല്ലോ. ഒന്നും പറയാതിരിക്കാ പ്രൊഫസറെ നല്ലത്. രാവിലെ കുമാരൻ വിളിച്ച് പറയുക ഭയങ്കര തലവേദനയാണ്, വരാൻ പറ്റൂല. തലവേദനയൊന്നും ആയിരിക്കില്ല, കൂലി 300 രൂപയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവൻ മനഃപൂർവ്വം ഒഴിഞ്ഞതാ. എന്നിട്ട് ഇയാളെ എവിടെ നിന്ന് കിട്ടി? ഇയാളെ ഞാൻ കൊണ്ടുവന്നതൊന്നുമില്ല. കുമാരൻ വരില്ലെന്ന് ഞാൻ ഫോൺ ചെയ്ത് സാറിനോട് വിളിച്ചു പറഞ്ഞു. സാർ ഇനി അതിന്റെ പേരിൽ എന്നെ വിളിക്കാൻ ചീത്ത ഒന്നും ബാക്കിയില്ല. ഞാൻ മനഃപൂർവ്വം കുമാരനെ ഒഴിവാക്കിയെന്ന് വരെ സാറ് പറഞ്ഞു. ഇയാളെ മോഹനേഷ് സാർ തന്നെ ഏർപ്പെടുത്തിയ ആളാ. ഉത്തമൻ കുറച്ചു മുമ്പ് ഇവിടെ കൊണ്ടൊന്ന് വിട്ടിട്ട് പോയതേ ഉള്ളൂ. ആള് കുഴപ്പമില്ലെന്ന് തോന്നുന്നു, നന്നായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. കുഴപ്പമൊക്കെ കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. മോഹനേഷ് സാർ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. ആള് കൊള്ളാലോ. ഇത്ര പെട്ടെന്ന് ജോലി ഇത്രയുമായോ? സുന്ദരേശനല്ലേ? അതെ, ഞാൻ കെ മോഹനേഷ് സാർ, ഇവിടുത്തെ വില്ലേജ് ഓഫീസറാ. എനിക്കറിയാം സാറിനെ. ഞാൻ പറഞ്ഞിട്ടാണ് ഉത്തമൻ സുന്ദരേശനെ ഇവിടെ ജോലിക്ക് വിളിപ്പിച്ചത്. അതും അറിയാം സാർ. 11 മണിയാകുമ്പോ കളക്ടറേറ്റിലെ ബാഹുലയൻ സാർ ഇവിടേക്ക് വരും. ഓഹോ. അതിനു മുമ്പ് എല്ലാ ജോലികളും തീർത്ത് സുന്ദരേശൻ ഇവിടെ നിന്ന് പോയിരിക്കണം. അതിനാണ് ഞാൻ 300 രൂപ മുൻകൂറായി തന്നത്. അങ്ങനെ കൃത്യസമയമൊന്നും പറയാൻ പറ്റില്ല സാറേ. ജോലി തീരുമ്പോ ഞാനങ്ങ് പോവും. അല്ല, അത് നടക്കില്ല. ബാഹുലയൻ സാർ വരുമ്പോ താനീ തൂമ്മയും പിടിച്ചിട്ട് ഇവിടെ നിന്നാ അതിന് നാണക്കണം എനിക്കാ. ഞാൻ പറയുന്നത് പോലെ ജോലി ചെയ്യാനാണ് സുന്ദരേശനെ ഇവിടെ വിളിപ്പിച്ചത്. അങ്ങനെ മറ്റുള്ളവർ പറയും പോലെ ജോലി ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല സാറേ. ഞാൻ എന്റെ ജോലി തീരുമ്പോ അങ്ങ് പോവും. സാറിന്റെ എന്നെ പിടിച്ചില്ലെങ്കിൽ അങ്ങ് പറഞ്ഞു കേട്ടോ, ഞാൻ പൊയ്ക്കോളാമേ. അല്ല, അതെങ്ങനെ ശരിയാവും? പണം മുൻകൂർ വാങ്ങിട്ട് ജോലി ചെയ്ത് പോകാൻ നോക്കുന്നോ? ജോലിയൊക്കെ ഞാൻ ചെയ്യാം, പക്ഷെ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇനി ശല്യപ്പെടുത്തിയാ ഞാൻ എന്റെ പാട്ടിന് പോകും. മണി 9 കഴിഞ്ഞു. മോഹനേഷ് സാർ വരുന്നതിന് മുമ്പ് ഈ ഫയലൊക്കെ ക്രമത്തിൽ അടുക്കി കൃത്യമായിട്ട് അലമാരയിൽ വയ്ക്കണമെന്നാ പറഞ്ഞ്. ഇനിയിപ്പോ ഇത് ചെയ്യാത്തതിന്റെ പേരിൽ ചീത്ത കേൾക്കാൻ എനിക്ക് വയ്യ. ബാഹുലയെ സാറ് വരുന്നത് 11 മണിക്കല്ലേ? ഇനിയുണ്ട് 2 മണിക്കൂർ. ശിശുപാലൻ ചേട്ടൻ ഒന്ന് സമാധാനപ്പെട്. കാഞ്ചനെ, ബാഹുലയൻ സാർ വന്നിട്ടേ ജോലി തീർക്കൂ എന്ന് വല്ല വാശിയുണ്ടോ നിങ്ങൾക്ക്? അല്ല സാർ, ഞാൻ ബാഹുലയൻ സാർ ഇവിടെ വരുമ്പോൾ ഇവിടത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ ഗുണം എനിക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങൾ ഉഴപ്പുന്നത് എന്ന് എനിക്കറിയാം. മുറ്റവും പരിസരവും വൃത്തിയാക്കാൻ കുമാരനെ വിളിച്ചുകൊണ്ടുവരാമെന്ന് ഇന്നലെ പറഞ്ഞ ശിശുപാലൻ ഇന്ന് രാവിലെ കാലുമാറി ഇങ്ങോട്ട് മാറിക്കേ. കുമാരന് തലമണ്ട വേദനയാണെന്ന്. ഇതൊക്കെ ശിശുപാലന്റെ അടവാണെന്ന് എനിക്ക് മനസ്സിലായി. അടോ? ബാഹുലയൻ സാർ വരുമ്പോൾ ചുറ്റുപാടൊക്കെ വൃത്തികേടായി കിടന്നാൽ എന്റെ മാനം പോവുമല്ലോ. പക്ഷേ ശിശുപാലൻ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല. നല്ല 1-ാം തരം ജോലിക്കാരനെ ഞാൻ തന്നെ ഇടപാടാക്കി. മോഹനേഷ് സാറിനെ തോപ്പിക്കാൻ ശിശുപാലിന് കഴിയില്ല എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി ആഫീസിലെ ജോലികൾ ചെയ്യാൻ വൈകി ആ വഴിക്ക് എന്നെ നാണം കെടുത്താമെന്ന് സ്വയം പ്രഭയോ കാഞ്ചനയോ കരുതിയിട്ടുണ്ടെങ്കിൽ അതും വെറുതെ. ജോലി സമയത്ത് തീർത്തില്ല എങ്കിൽ 2 പേരും വിവരം അറിയും.
നോക്കിയോ? സാർ സാർ ആഫീസിൽ ജോലിക്ക് വരുമ്പോൾ മദ്യപിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വില്ലേജ് ഓഫീസിന്റെ കോമ്പൗണ്ട് വൃത്തിയാക്കാൻ വരുന്ന ആൾക്ക് അത് ബാധകാണോ സാർ? മനസ്സിലായില്ല. ആ സുന്ദരേശൻ അടിച്ച് ഫിറ്റായിട്ട് രാവിലെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞും കുടിച്ചു. ആര് പറഞ്ഞു? സാർ, ഒരാൾ കുടിച്ചോന്നറിയാൻ ആരെങ്കിലും പറയണം സാർ. ഞാൻ ഉത്തമനോട് ചോദിച്ചു. ഉത്തമൻ പറഞ്ഞു ബ്രാൻഡ് വാങ്ങിക്കാനുള്ള കാശ് മോഹനേഷ് സാർ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. ജോലിക്ക് ആളെ കിട്ടാഞ്ഞിട്ടായിരിക്കും സാർ കള്ളു വാങ്ങി കൊടുത്തിട്ട് ആളെ കൊണ്ടുവന്നത് അല്ലേ? നിനക്ക് കോളായിരിക്കും. വില്ലേജ് ഓഫീസിന്റെ മുറ്റത്ത് നിന്ന് പരസ്യമായി മദ്യപിക്കുന്നു. ഇനി അവനെ വിട്ടിട്ട് കാര്യമില്ല. ബ്രാൻഡിയാ സാറേ. ഇത് ഏതാ സ്ഥലം അറിയാമോ? അത് കൊള്ളാം. ഇത് വില്ലേജ് ഓഫീസാ. ഇത്രയും കുടിച്ചിട്ട് എനിക്ക് പോലും മനസ്സിലായി ഇത് വില്ലേജ് ഓഫീസാണെന്ന്. സാറിന് ഇതുവരെ മനസ്സിലായില്ലേ? വില്ലേജ് ഓഫീസിന്റെ മുറ്റത്ത് നിന്നാണോ കള്ളു കുടിക്കണേ? ഇത് കള്ള് ഷാപ്പല്ല, സർക്കാർ ഓഫീസാ. സർക്കാർ ഓഫീസിൽ ഇമ്മാതിരി പരിപാടികൾ നടക്കില്ല. പിന്നെ ഞാനങ്ങ് പോയേക്കാം. അല്ല അങ്ങനെ പോയാലെങ്ങനെയാ? ജോലി തീർന്നില്ലല്ലോ. ജോലി ചെയ്യാൻ സാറ് സമ്മതിക്കണം. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? ജോലി ചെയ്യരുതല്ലോ ഞാൻ പറഞ്ഞത്. ഇവിടെ മദ്യപിക്കരുത് ഞാൻ പറഞ്ഞത്. ഇത് കളഞ്ഞിട്ട് മര്യാദക്ക് ജോലി ചെയ്യാൻ നോക്ക്. 300 രൂപയാണ് മുൻകൂറായി തന്നത്. ഞാൻ ജോലി ചെയ്യണമെങ്കിൽ ഇത് കുടിക്കാൻ സാറിനെ സമ്മതിക്കണം. ഇത് കുടിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിനങ്ങ് പോകും. അതാണ് എന്റെ ന്യായം. സാറിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ പറഞ്ഞു വിട്ടേക്ക്. ഓ, ജോലി ചെയ്യാതെ പോകാനുള്ള അടവാണല്ലേ? അത് നടക്കാൻ പോകുന്നില്ല. മര്യാദക്ക് ഇവിടെ നിന്ന് ജോലി ചെയ്തോളാം. അപ്പൊ ഇതോ? തോൽപ്പിക്കാൻ നോക്കരുത്. സാർ, ബാഹുലയൻ സാർ എത്തി സാർ. ഇത്ര നേരത്തെയോ? 10:30 ആയുള്ളൂ. ആളെന്തായാലും എത്തി സാർ. ആ കള്ളുടിയനോടെ സുന്ദരേശൻ? അയാള് പോയി സാറേ. ആ ഭാഗ്യം. അവനെ പറഞ്ഞോണ്ട് ഉത്തരനെ വെച്ചിട്ടുണ്ട്. ബാഹുലി സാറൊന്ന് തിരിച്ചു പോട്ടെ. അവയെ ശരിയായി കൊടുക്കാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം. സാറ് പറഞ്ഞതിലും കുറച്ച് നേരത്തെയാണ് തോന്നുന്നത്. തകസാറെ കണ്ടിട്ട് ഇവിടെ വരാമെന്ന് ആദ്യം കരുതിയത്. പക്ഷേ ഇടയ്ക്ക് തകസാറെ വിളിച്ച് 12 മണി കഴിഞ്ഞ് കാണാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആദ്യം ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. കൊള്ളാം. ഈ ജില്ലയിലെ പല വില്ലേജ് ഓഫീസിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു കെട്ടിടം ഞാൻ കണ്ടിട്ടില്ല. ഇതിന്റെയൊക്കെ കാശ് തന്റെ കയ്യിൽ നിന്നാവും ചെലവാകുന്നതല്ലേ? അതെ സാർ. പക്ഷെ ഞാനതൊന്നും നോക്കാറില്ല. പൊതുജനങ്ങളൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമല്ലേ. അവിടെ വൃത്തിയായി കിടന്നില്ലെങ്കിൽ അതിന്റെ നാണക്കേട് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കല്ലേ സാർ. അതുകൊണ്ട് കാശ് നോക്കാതെ ഞാൻ ഓരോ തന്നെ ചെയ്ത് കളയും. അല്ല ശിശുവല്ല? അതെ അതെ. സാറങ്ങനെ കാശ് നോക്കാതെ ചെയ്ത ഒരു സംഭവമാ ദേ കാണുന്നത്. ആ പണിയെടുക്കുന്ന ആള്. സാർ അകത്തേക്ക് വരണം. ഹലോ,
ഇതാണാ കളക്ടറേറ്റ് പറഞ്ഞ ബാഹുലേ സാറ്. ഇയാൾ പോയില്ലായിരുന്നു. മോനകൃഷ്ണ അതാരാ? അറിയാം. ഈ സാറ് വരുമെന്ന് പറഞ്ഞല്ലേ? ഈ സാർ എനിക്ക് 300 രൂപ തന്ന് ഈ മുറ്റൊക്കെ വൃത്തിയാക്കിപ്പിച്ചത്. ആ 300 രൂപ എടുത്ത് ഞാൻ വാങ്ങി കുപ്പിയായത്. ഇപ്പോഴത്തെ കാലത്ത് 300 രൂപയ്ക്ക് ഇതേ കിട്ടൂ. ഒരു ഭ്രാന്തനാണ് സാർ. സാറത്തേക്ക് വരൂ. മിസ്റ്റർ ബാഹുലേൻ, ഈശ്വര, അവിടെ നിൽക്കൂ. തനിക്ക് കളക്ടറേറ്റിൽ അന്തസ്സുള്ള ഒരു ജോലി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? സുന്ദരേശ പോ നോക്ക്. നീ പോ സുന്ദരേശ. ഏതെടുത്ത ജോലി ഇല്ലാതെ ഞാൻ പോവില്ല സാറേ. ഈ ഉണ്ടകണ്ണ വരുമെന്ന് പറഞ്ഞാൽ താനെനിക്ക് 300 രൂപ തന്നില്ലേ? അതിനുള്ള ജോലി ഞാൻ ചെയ്യും. സുന്ദരേശ, നീ ഇപ്പൊ അതിനേക്കാൾ ഒരുപാട് ജോലി ചെയ്തില്ലേ? ഇനി നീ വയ്ക്കോ. അതാ അതെങ്ങനെ ശരിയാവും? നീ വന്നേ. ഞാൻ പറയട്ടെ, നീ വന്നേ. പേടിയണ്ട, പേടി. ഞാൻ പറയാം. ആ സുന്ദരേശ വാ പറയട്ടെ. എന്താ മോനകൃഷ്ണ ഇതൊക്കെ? സാർ, എന്റെ ഈശ്വര, എന്നിട്ട് ബാഹുലേ സാർ എന്ത് പറഞ്ഞു? പറ മോഹനേട്ടാ, ബാഹുലേ സാർ എന്ത് പറഞ്ഞു? സാർ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്തായാലും സാറിന് സംഗതി ഇഷ്ടപ്പെട്ടില്ല എന്ന് ഉറപ്പായി. സംഗതി അലമ്പായപ്പോഴേക്കും ശിശുപാലൻ സുന്ദരേശനെ പിടിച്ച് പുറത്താക്കി. എന്നിട്ട് ശിശുപാലൻ തന്നെ ബാഹുലൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, വെള്ളമടിച്ച് ബഹളുണ്ടാക്കി നടക്കുന്നൊരു വായു നോക്കിയാണ് സുന്ദരേശനെന്ന്. വെറുതെ വലിയ ഓഫീസിലേക്ക് കയറി വന്നതാണെന്നും പറഞ്ഞു. അത് ബാഹുലൻ സാർ വിശ്വസിച്ചു. വിശ്വസിക്കൂലോ. ഒരു വില്ലേജ് ഓഫീസ് ആവുമ്പോ പലതരം ആളുകളൊക്കെ കയറി വന്നെന്ന് വരുമല്ലോ. അതിനൊക്കെ വില്ലേജ് ഓഫീസർ ഉത്തരവാദിയാണെന്ന് പറയാൻ പറ്റുമോ? മോനേട്ടാ, രാവിലെ മോനേട്ടാ എന്നോട് എന്താ പറഞ്ഞത്? ബാഹുലേ സാറിന് മുന്നിൽ മോഹനേട്ടൻ ആളാവുന്നതിനുള്ള അസൂയ കൊണ്ടാണ് ഞാൻ ചോറ്റുപാത്രം തരാൻ വൈകിയത് എന്ന്. അത് ഓർമ്മയുണ്ടോ സാറിന്? മോഹനേട്ടന് നേരത്തെ പോണെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ ജോലിയും സമയത്ത് തീർത്ത് സഹായിച്ച എന്നെ ആവശ്യമില്ലാതെ കുറ്റം പറഞ്ഞതിന് കിട്ടിയ ദൈവശിക്ഷയാണ് ഇത്. ഇത്തവണ ഇനി എന്നെ ആവശ്യമില്ലാതെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതിലും വലിയ ശിക്ഷ കിട്ടും. അതിന് ഞാൻ വഴക്കുറ വന്നില്ലല്ലോ. ഒരു ചായ എടുക്ക്, വല്ലാത്ത ദാഹം. ദാഹിക്കൂലോ. ദാഹിക്കുന്ന തരം കുഴപ്പങ്ങളല്ലേ വില്ലേജ് ഓഫീസർ സ്ഥിരമായി പോയി ചാടാറുള്ളത്. ആ മോനടാ, ഇനി ഇവിടെ എന്തെങ്കിലും ഒരു ജോലിയുടെ കാര്യം വരുമ്പോ വിളിക്കാൻ ഒരാളായതിൽ സന്തോഷമുണ്ട് കേട്ടോ. സുന്ദരേശനെ നമുക്ക് വിളിക്കാലോ. പൈസ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. ഓർത്താൽ ഒന്നും മോഹനകൃഷ്ണന്റെ കുറ്റമല്ല. മേലധികാരിയുടെ മുമ്പിൽ മിടുക്കനാവണമെന്നും അനാവശ്യമായി പണം ചെലവാക്കരുതെന്നും കരുതാത്ത ആളുകളുണ്ടോ? പക്ഷേ വില്ലേജ് ഓഫീസറുടെ പിശുക്കും ആളാവാനുള്ള മോഹവും ഒത്തുചേർന്നപ്പോൾ പാവം ഒരു അബദ്ധത്തിൽ പെട്ടുപോയി. സാരമില്ല, ഇതാദ്യത്തെ അനുഭവമൊന്നുമല്ലല്ലോ എന്ന് സമാധാനിച്ച് ഇന്നത്തേക്ക് വിടാം.